സുഹൃത്തുക്കളെ, ഞാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രേംകുമാർ. 34 വർഷത്തെ എയർഫോഴ്സ് സേവനത്തിന് ശേഷം വിരമിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. എൻ്റെ ചില അനുഭവങ്ങൾ നിങ്ങളോട് വിവരിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വളരെ അധികം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നൊന്നായിട്ട് വിവരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 1997-98 കാലഘട്ടത്തിൽ ഞാൻ ഇവിടുത്തെ ഒരു സൗതേൺ ഇന്ത്യ ബേസ് ചെയ്തുള്ള ഒരു എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ജോലി ചെയ്യവേ അവിടെ ഒരു ഹെലികോപ്റ്റർ യൂണിറ്റിലെ സീനിയർ ടെക്നിക്കൽ ഓഫീസറായി വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു ഹെലികോപ്റ്റർ ഒരു ദിവസം കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ഒരു ബേസിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞത് തിരിച്ചു വരുന്നുവെന്ന് വിവരം അറിഞ്ഞു. തിരിച്ചു വരുന്ന അത് പകുതി വഴി സൂര്യമംഗലം വനങ്ങളുടെ മേളിലെത്തിയപ്പോൾ ഒരു മെസ്സേജ് വന്നു, ഹെലികോപ്റ്ററിൻ്റെ ഒരു വീല് കാണുന്നില്ലത്രേ. പെട്ടെന്ന് ബേസിൽ ഞങ്ങളെല്ലാം ആക്ടിവേറ്റായി. തുടർന്ന് എൻ്റെ നേതൃത്വത്തിൽ കുറേ ഒരു സംഘം സാങ്കേതിക വിദഗ്ധരുമൊക്കെയായി ഞങ്ങൾ തയ്യാറായി നിന്നു. എന്ത് ചെയ്യണം? അപ്പം പലയിടത്തു നിന്ന് പല അഭിപ്രായങ്ങളും പല മെത്തേഡ്സും. കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിറ്റുവേഷൻ അല്ല. ഒരു ഹെലികോപ്റ്റർ ഒരു ചാടില്ലാതെ തിരിച്ചു വരും. അപ്പോൾ അതെങ്ങനെ ഇറക്കും, എന്ത് ചെയ്യും? തുടർന്ന് അന്നേരം ഹെലികോപ്റ്റർ വരാൻ ഇനിയും ഏതാണ്ട് 20 മിനിറ്റ് ഉണ്ട്. അതിനകത്ത് ഫ്യൂലും ഏതാണ്ട് 25 മിനിറ്റിൻ്റെ ഫ്യൂലേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് മാത്രമേ എക്സ്ട്രാ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തീരുമാനിച്ചു, നമുക്ക് ഒന്നുകിൽ കുറേ ചാക്കുകൾ അടുക്കി വെച്ചിട്ട് വീലില്ലാത്ത ഭാഗം അതിലും വീലുള്ള ഭാഗം ഗ്രൗണ്ടിലുമായിട്ട് ടച്ച് ചെയ്ത് പതുക്കെ ഇറക്കാം. കാരണം 25 മീറ്റർ വ്യാസമുള്ള ഒരു ഹെലികോപ്റ്ററിൻ്റെ ആംഗിള് ഒരു 5 ഡിഗ്രി അധികമായി ചരിഞ്ഞാൽ തന്നെ ബ്ലേഡ് താഴെ തട്ടുകയും ഹെലികോപ്റ്റർ മറിയുകയും തന്നെയുമല്ല അടിയിലോ അടുത്തോ നിൽക്കുന്ന എല്ലാവർക്കും പരിക്ക് പറ്റുകയും ചെയ്യും. ഒരുപക്ഷെ അകത്തുള്ളവർക്ക് അതിന് അത്രയും അപകട സാധ്യതകൾ കുറവാണെങ്കിലും എന്നാലും അവർക്കും അപകട സാധ്യതകളുണ്ട്. തകർന്നു പോയാൽ അവരുമൊക്കെ മരണത്തിന് ഇരയാകുകയും ചെയ്യും. എന്നിരുന്നാലും അങ്ങനൊരു സാധ്യത ഞങ്ങൾ പരിശോധിക്കുകയുണ്ടായി. അപ്പം ഒരു സജഷൻ വന്നത്, നമ്മളിത് ചാക്കിലിത് നിർത്തി വെച്ചപ്പോൾ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ചീഫ് അയാളുടെ എപ്പോഴും ചാക്ക് കാണും. കാരണം വെടിയുണ്ട വരിക തടയാനും ഒക്കെ ആയിട്ട് ഈ ഗ്രൗണ്ട് ഡിഫൻസ് പ്രാക്ടീസ് നടക്കുമ്പോഴും അല്ലാതെ നമ്മൾ സാധാരണ ഗാർഡ്സിനെ സെൻട്രീസിനെയൊക്കെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ പെട്ടെന്ന് റൂം സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല. ചാക്കിൻ്റെ കട്ടികളാണ് നല്ലത്. അപ്പം മിക്കവാറും ചാക്ക് കട്ടിയാക്കി വെച്ചിരിക്കും. ഒരു 10,000-2000 ചാക്ക് എപ്പോഴും കാണും. അപ്പം അവരുടെ പറഞ്ഞു ചാക്ക് കൊണ്ടുവന്ന് വെക്കുക. അവർ ചാക്കെല്ലാം റെഡിയാക്കി അവിടെ എത്തി. അപ്പോഴത്തേക്ക് ഇനിയും 15 മിനിറ്റേ ബാക്കിയുള്ളൂ. അപ്പം വേറൊരു സജഷൻ ഞങ്ങളുടെ സൈഡിൽ നിന്നിട്ടു. ഞങ്ങൾ സാങ്കേതിക വിഭാഗത്തിൻ്റെ സൈഡിൽ നിന്ന്, ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഒരു സജഷൻ കൊടുത്തു. നമുക്ക് പ്ലെയിൻ ഹോവർ ചെയ്യിപ്പിക്കുക. അതായത് മേളിൽ ഇങ്ങനെ നിൽക്കും. നമ്മൾ ആർമിയുടെയൊക്കെ ചില എക്സസൈസ് കാണും. ആളുകളെ കയറ് കെട്ടി താഴോട്ട് ഇറക്കും. സ്ലിതറിങ് എന്ന് പറയും അതിന്, ഹെലികോപ്റ്റർ ബോൺ ഓപ്പറേഷൻസ്. അപ്പോൾ അതുപോലെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമുക്ക് സൗകര്യമായ രീതിയിലുള്ള ഹൈറ്റിൽ കൊണ്ടുവന്ന് ഓവർ ചെയ്യുക. അപ്പോൾ നമുക്ക് സൗകര്യമായ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 6 അടിയേ ഉള്ളൂ. 6 അടിയിൽ കൊണ്ടുവന്ന് നമുക്ക് ടയർ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിലും താഴെ വരണം. അപ്പോൾ അത്രയും താഴെ വരുമ്പോൾ അതിനകത്തുള്ള ഒരു സാങ്കേതികമായ പ്രശ്നം, പൈലറ്റിനുള്ള സാങ്കേതികമായ പ്രശ്നം, അത് ചരിഞ്ഞു പോവുകയോ ബ്ലേഡിൻ്റെ ടിപ്പ്, ഞാൻ ഈ പറഞ്ഞ 25 മീറ്റർ വ്യാസമുള്ള ഒരു വലിയൊരു ഡിസ്ക്കാണ്. അതിൻ്റെ വെയിറ്റ് തന്നെ 10,000-2000 kg വെയിറ്റാണ്. അതിൻ്റെ ഒരു ജൈറോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറയും, അതും ഭയങ്കരമാണ്. തൊട്ടുപോയാൽ, ഒരു പുല്ല് തട്ടിപ്പോയാൽ പ്ലെയിൻ മറിയുകയും തീ പിടിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്തതാണ്, ഞങ്ങൾക്കൊരു 3 മീറ്റർ പൊക്കത്തിൽ ആണെങ്കിൽ പോലും ഞങ്ങൾ ടയർ ഫിക്സ് ചെയ്ത് തരാം. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നൊരു വണ്ടിയിൽ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഹാങ്കറിൽ സർവീസിങ്ങിലിരുന്ന ഒരു ഹെലികോപ്റ്റർ ടയർ ഊരിയെടുത്ത് എല്ലാം റെഡിയായി വന്ന് നിൽക്കുക. ഒരു 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസർ തീരുമാനിച്ചു, ഓക്കെ ടെക്നിക്കൽ ടീം പറയുന്നത് ചെയ്യാം. കാരണം മറ്റ് ഐഡിയ ആയിട്ടത് വേറൊരു ടീമായിരുന്നു. അവർ പറഞ്ഞത് ഒരുപക്ഷെ വർക്ക് ചെയ്താമായിരിക്കാൻ അറിയില്ല. പക്ഷേ അതിനെന്തെങ്കിലും പാളിച്ച പറ്റിയാൽ അതിൻ്റെ കുറ്റം
റോങ് ഡിസിഷൻ എടുത്തു എന്നുള്ളൊരു പ്രശ്നം വരുമെന്നുള്ളത് കൊണ്ട്, അതായത് ഡോക്ടർക്ക് ഒരു അബദ്ധം പറ്റി ആൾ മരിച്ചു പോയാലോ, ഡ്രൈവർക്ക് അബദ്ധം പറ്റി ഒരു യാത്രക്കാരൻ മരിച്ചു പോയാലോ, നമുക്ക് ഒരു ജഡ്ജ്മെന്റ് എറർ എന്നൊക്കെ പറയാവുന്നത് പോലെ ഞങ്ങൾ സജസ്റ്റ് ചെയ്ത ഒരു സംഗതിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ അതിന് ഒരു കോർട്ട് ഓഫ് എൻക്വയറി വന്നാലോ ഒക്കെ അതിന് ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു എസ്റ്റിമേഷൻ, ഒരു ജഡ്ജ്മെന്റ് ഞങ്ങളുടെ കമാൻഡിംഗ് ഓഫീസർ എടുക്കുകയും അതിനെ തുടർന്ന് ഞങ്ങൾക്ക് ഫ്രീ ഹാൻഡ് തരികയും ചെയ്തു. തുടർന്ന് ഇതിനെ ഞങ്ങൾ പാരലൽ ടാക്സി ട്രാക്കിൽ ഞങ്ങൾക്ക് സൗകര്യമുള്ളൊരു സ്ഥലം കാണിച്ചു കൊടുത്തു. പ്ലെയിനിനെ അപ്പോഴത്തേക്ക് 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്യൂൽ ഇനിയും വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് അത് എയർപോർട്ടിന് മേളിൽ 2 പ്രാവശ്യം സർക്യൂട്ട് ചെയ്യുകയും ചെയ്തു, കാരണം ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ട്. അങ്ങനെ പ്ലെയിൻ ആ ഒരു പ്രത്യേകം ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വണ്ടിയൊക്കെ ആയിട്ട് ദൂരെ മാറ്റിയിട്ടിട്ട് ഈ ടയറും ഒക്കെ ആയി ടൂൾസും 2 ടെക്നീഷ്യൻസും ഞാനും അങ്ങനെ ഞങ്ങൾ 3 പേര് അവിടെ ചെന്നിട്ട് പ്ലെയിനെ ഓവർ ചെയ്ത് നിർത്തിക്കൊണ്ട് ജസ്റ്റ് ആ ടയർ മാത്രം അകത്തോട്ട് കയറ്റിയിട്ട് അതിൻ്റെ ലോക്കിങ് അത് കീയും ഇട്ട് പ്ലെയിൻ ജസ്റ്റ് താഴോട്ടങ്ങ് ഇറക്കി വെച്ചു. അങ്ങനെ ഒരു വലിയൊരു ആപത്തിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ആ പ്ലെയിനിനെ രക്ഷിക്കാനും തുടർന്ന് അത് സേഫായിട്ട് കൊണ്ടുവന്നിട്ട് അതിലും വീലങ്ങനെ അത്ര സെക്യൂർഡ് അല്ല, എന്നാലും ഞങ്ങൾ അതിനെ ഉരുട്ടി എന്ന് പറഞ്ഞാൽ ഓവർ ചെയ്തുകൊണ്ട് തന്നെ ഉരുണ്ട് ടാക്സി ചെയ്യാൻ തുടങ്ങി. ടാക്സി ചെയ്ത് ഞങ്ങളുടെ ടാർമാക്കിലേക്ക് കൊണ്ടുപോയി തുടർന്ന് പിന്നെ അത് നോക്കിയൊക്കെ ചെയ്തു. അതിനുശേഷം അതിനെക്കുറിച്ച് വളരെ വിശകലനമായ ഒരു എൻക്വയറിയും ഒക്കെ നടക്കുകയുണ്ടായി. അതിനുശേഷം അതിൻ്റെ മെയിൻ്റനൻസ് എന്താണ് പറയുന്നത്, ഞങ്ങളുടെ ഈ പാക്കേജ് എന്ന് പറയും, സർവീസിങ് ഷെഡ്യൂളിൽ മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്തു. അത് ഓരോ സംഭവങ്ങളും ഏവിയേഷനിലെ ഓരോ സംഭവത്തിന് ശേഷം അതിനെക്കുറിച്ചുള്ള വിശകലനം നടക്കുകയും തുടർന്ന് മാറ്റങ്ങൾ ആവശ്യപ്പെടുകയും മാറ്റങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അത് ഒരു വെപ്പൺ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഫുൾ ജീവിതത്തിൽ അത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് നടത്തുകയും പിന്നെ അത് എല്ലാം ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം ഇത് ഫ്ലൈറ്റ് സേഫ്റ്റിയിലൊക്കെ ഡിസ്കഷൻ വരികയും തുടർന്നത് അതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കഷൻ ഉണ്ടാക്കുകയും പിന്നെ പരിഹാര മാർഗങ്ങളൊക്കെ നിർദ്ദേശിക്കുകയുണ്ടായി. അതൊക്കെ നടപ്പിലാക്കുകയും ചെയ്തു. ഇതൊരു ചെറിയ സംഭവം ഞാൻ ഇതിനു വേണ്ടി വിവരിക്കുകയാണ് ചെയ്തത്. താങ്ക് യു.